പത്തനംതിട്ട മൈലപ്രയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, മൈലപ്രയിലെ സാഹചര്യം എന്താണ്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് ഏത് രീതിയിലാണ്? ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന. പത്തനംതിട്ട കുമ്പഴ വടക്ക് പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 ഭാഗങ്ങളിലും LDFന് വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു മുൻതൂക്കം. പക്ഷേ ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇത് മന്ത്രി വീണ ജോർജ് വോട്ട് ചെയ്യാനെത്തുന്ന പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ്. ഇവിടെ നമുക്ക് കാണാം, സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുമ്പഴ വടക്ക് എഴുതി വെച്ചിരിക്കുന്നു. 4 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. അവരുടെ ചിഹ്നം ഉൾപ്പെടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഈ പോളിംഗ് ബൂത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 6 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെല്ലാം റെഡിയായി കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നഗരസഭകളുടെ കാര്യം പറയുമ്പോൾ 4 നഗരസഭകൾ ആണുള്ളത്. അതിൽ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ LDF വിജയിച്ചു. ഒപ്പം തന്നെ തിരുവല്ല, പന്തളം, അടൂർ എന്നിങ്ങനെ നഗരസഭകൾ. അതിൽ പന്തളം എടുത്തു പറയേണ്ട ഒരു നഗരസഭയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP അവിടെ അധികാരത്തിൽ ഏറി ശ്രദ്ധ നേടിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് പന്തളം. പക്ഷേ അവിടെയും ഇക്കുറി വാശിയേറിയ പോരാട്ടം നടക്കുന്നു. LDFും BJPയും UDFും അവിടെ ഒരേ രീതിയിൽ വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. LDF പന്തളത്ത് പറയുന്നത് അവർ BJPയിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. അതേസമയം NDA നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് അവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ പന്തളത്ത് NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞത് പന്തളം ഇക്കുറിയും അവിടെയും തുടർഭരണം ഉണ്ടാകുമെന്നുള്ളതാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് ബൂത്തിലാണ് നമ്മിപ്പോൾ നിൽക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ വാശിയേറിയ പോരാട്ടം ആണ് നടന്നത്. അതിനൊടുവിൽ LDF ആണ് അധികാരത്തിൽ ഏറിയത്. ഇപ്രാവശ്യം പക്ഷേ UDFും ശക്തമായിട്ടുള്ള പോരാട്ടവുമായി രംഗത്തുണ്ട്. ഇത്തവണ പത്തനംതിട്ട നഗരസഭയിൽ UDF ഭരണത്തിലേറുമെന്ന് UDF നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം LDF നേതൃത്വം പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായി പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു. അത് നഗരസഭകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും UDF കൺവീനർ തന്നെ അടൂർ പ്രകാശ് MP തന്നെ നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അദ്ദേഹവും വ്യക്തമാക്കിയത് ഇത്തവണ പത്തനംതിട്ട LDFന്റെ കയ്യിൽ നിന്നും UDF തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. LDF നേതൃത്വവും വലിയ പ്രചാരണം തന്നെയാണ് നടത്തിയത്. ചിട്ടയോടുകൂടിയുള്ള പ്രചാരണം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകൾ ഉൾപ്പെടെ വാശിയേറിയ ഒരു പ്രചരണം തന്നെയായിരുന്നു LDF നേതൃത്വവും നടത്തിയത്. മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി EMTLP സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. മർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അദ്ദേഹം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തെ SCS വളപ്പിലെ സ്കൂളിൽ രാവിലെ 7:30 വോട്ട് ചെയ്യാനെത്തും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ മർത്തോമ സ്കൂളിലായിരിക്കും രാവിലെ വോട്ട് ചെയ്യുക. അദ്ദേഹം 9 മണിയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ ബ്ലിസിയുമുണ്ട്. അദ്ദേഹം തിരുവല്ല കുറ്റപ്പുഴ മാർത്തോമ കോളേജിലെ ബൂത്തിൽ 8:30 വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലായിടങ്ങളിലും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇന്നലെ നിശബ്ദ പ്രചാരണമായിരുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് ഇന്നലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ആകെ വോട്ടർമാരുടെ എണ്ണം ഇപ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ 10.62 ലക്ഷമാണ്. അതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 5,71,974. പുരുഷ വോട്ടർമാർ കുറവാണ് സ്ത്രീകളെക്കാൾ. പുരുഷ വോട്ടർമാരുടെ എണ്ണം 4,90,838. 1,225 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 17 ബൂത്തുകൾ പ്രശ്നബാധിതമാണ്. ഇവിടെ തത്സമയ ഓൺലൈൻ നിരീക്ഷണം ഉണ്ടായിരിക്കും. 53 ഗ്രാമപഞ്ചായത്തുകളാണ് പത്തനംതിട്ട ജില്ലയിൽ ആകെ ഉള്ളത്. അതിൽ കഴിഞ്ഞ തവണ